എന്താണ് മാവേലി? അന്നെ പിടിക്കാനാണ് മോനെ ഞാൻ ഇത്ര നേരം കാത്തുന്നത്. അനിയേ എല്ലാണ്ട് വളവ് കളിക്കില്ലേ കേട്ടോ, എല്ലാണ്ട് വളവ് കളിക്കില്ല. ഹെൽമെറ്റൂര് ആളാരുന്നറുണ്ടല്ലോ. ഹെൽമെറ്റൂര് ആ മുഖം കാണാ. ഞാൻ എന്താണ് ബാബേട്ടാ? ഇവിടെ പരനാറ് ശശിയെ അന്നെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേ ഞാൻ. എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞാ പോരെയോ? ഞങ്ങളെ വീട്ടിലെ വരികയല്ലോ. അന്നേരെ വെറുതെ കണ്ടിട്ട് കാര്യമില്ല, തൊണ്ടിയോടെ എനിക്ക് പിടിക്കണായിരുന്നു. തെണ്ടിന്റെ കാര്യങ്ങൾ പറയുന്നത് തെണ്ടിത്തരം. അതാ എന്നോട് ചെയ്തത്. ഞാനെന്ത് തെണ്ടിത്തരങ്ങളോട് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ലല്ലേ? എന്തായത്? അന്റെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുള്ള പറമ്പാണ് എന്റെ. എന്താ പറഞ്ഞേ? അന്റെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുള്ള അന്റെ വീട്ടിലെ മിണ്ടരുത്. നിങ്ങൾ മിണ്ടി പോരുത് ബാബട്ടാ. എന്താ സംസാരിക്കരുത് ബാബട്ടാ? എന്താ പ്രശ്നം പറയും? അന്റെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് മിണ്ടേലി ബാബട്ടാ. ഇങ്ങോട്ട് സംസാരിക്കരുത്. ഈ കുറെ നേരം മിണ്ടരുത് പറഞ്ഞു. എനിക്ക് കാര്യം പറയണ്ടേ? എന്താ ബാബട്ട നിങ്ങൾ എന്തിനെ പറ്റി പറയണേ? അന്റെ വീട്ടിലെ മറ്റേ എച്ചിൽ കൊണ്ടുള്ള സ്ഥലമല്ല ഇത്. എന്റെ പറമ്പ് ഇത് എന്റെ വീട്ടിലെ വേസ്റ്റ് അല്ല ബാബട്ടാ. ഇതെന്താ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി ഇത് കുറെ ദിവസമായി തുടങ്ങിയിട്ട് എനിക്കറിയാം. പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അടിയോടില്ലേ? അടിയോടി അപ്പുറത്തുള്ള അടിയോടി 3 കല്യാണം കഴിച്ച അടിയോടി. ഇങ്ങനെ നടക്കണേ. മൂപ്പരെ വീട്ടിലെ വേസ്റ്റ് ആണിത്. അത് ശരി. അപ്പൊ എന്റെ വീട്ടിലെ മാത്രല്ല കണ്ടവന്റെ വീട്ടിലെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവരല്. നിങ്ങളൊരു പണി ചെയ്തോളി. നിങ്ങളെ വീട്ടിലെ കുറച്ച് വേസ്റ്റ് ഞാൻ മൂപ്പരെ വീട്ടിൽ കൊണ്ടിട്ടോളാം. അത് ശരി. ഞാനിപ്പോ എന്റെ വീട്ടിലെ വേസ്റ്റ് ചുമന്നോണ്ട് വരാം. ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റത്തരാണ് ഇതൊക്കെ. പൊതുസേവനം. പൊതുസേവനം ഇന്നത്തോടെ നിർത്തേ കൈയോടെ പോലീസിനെ പിടിച്ചിട്ട് ഒരു പറഞ്ഞേക്കലും ഇല്ല. ഒരു പറഞ്ഞേക്ക എന്നെ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബാക്കിയുള്ള എന്തൊരു നാറ്റം ഇത്. അതാരത്? അതാരാണത്? ആവട്ടാ ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടെ ഞാൻ മാത്രല്ല വേസ്റ്റ് കൊണ്ടിരുന്നത്, വേറെ ആരൊക്കെ വേസ്റ്റ് കൊണ്ടിട്ടുണ്ട് ഇവിടെ. ആരാണ് റോഡിൽ? ആരണ്ടേ റോഡിൽ വെച്ച് ഇറങ്ങി വാടാ. ബാബട്ട കുത്തി കൊണ്ടെടുക്കും. സെൻട്രൽ ജയിലിൽ ബാബട്ട പുത്തിരി മിണ്ടണ്ട. ഇറങ്ങി വാടാ അങ്ങോട്ട്. ഇറങ്ങി വരാ. മറ്റൊക്കെ തമാശ പറഞ്ഞ എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് മഹാബലി. അതൊരു തെലുങ്ക് സിനിമയല്ലേ? അത് ബാഹുബലി. ഞാൻ മഹാബലി എന്ന് പറഞ്ഞാലാരാ? പണ്ട് ഈ നാട് ഭരിച്ചിരുന്ന ഒരു പാവം രാജാവ്. നിങ്ങൾ ഏത് പാർട്ടിയിലാണ്? ജനമെന്ന പാർട്ടിയുടെ ആളാണ്. ജനം പറഞ്ഞ അങ്ങനത്തെ ഒരു പാർട്ടി കിട്ടി. അതാണ് യഥാർത്ഥ പാർട്ടി. ഞാൻ ഭരിക്കുന്ന കാലത്ത് ആ ഒരൊറ്റ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ജനമെന്ന പാർട്ടിയാണ്. എന്തോ വീട് പാതാളത്തില്? നമ്മൾ എറണാകുളത്തല്ലേ? അല്ല, യഥാർത്ഥ ഭൂമിക്കടിയിലുള്ള പാതാളത്തില്. പാതാളത്തിലോ? അതെ. അവിടെ മുഴുവൻ നമ്മുടെ വാസസ്ഥലമാണല്ലോ. അവിടെ എല്ലായിടത്തും നമ്മളുണ്ട്. ശരി. അപ്പൊ എന്റെ മാതിരി തന്നെ സ്ഥിരമായിട്ടൊരു സ്ഥലത്തില്ല. തേരാവര നടത്തുന്ന തന്നെയാണല്ലേ? അടിക്കില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതപ്പോ ഇവിടെ? ഞാനിവിടെ എല്ലാ വർഷവും ഓണം ഉണ്ടല്ലോ, ആ ഓണത്തിന് എന്റെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്നതാണ്. അയ്യോ സോറി മനസ്സിലായില്ലേ? നിങ്ങൾ മാവേലിയല്ലേ? മാവേലിയല്ലേ? അതെ. അതങ്ങൾ പെട്ടെന്ന് മറ്റേ പേര് മാറ്റിനെ കൊണ്ടാ കുടുങ്ങി പോയത്. മഹാബലി എന്താ പറഞ്ഞത്? അതെന്റെ യഥാർത്ഥ പേരാണ് മാവേലി. ഇവിടെ ഞങ്ങൾ എല്ലാരും നിങ്ങൾ അങ്ങനെയാണല്ലോ അറിയാം. മഹാബലി. ഇവിടെയുള്ള നാട്ടൊക്കെ നിങ്ങളെ മാവേലി എന്ന് അറിയാം. മാവേലി അങ്ങനെ പറയും. പക്ഷേ നിങ്ങൾ ഇങ്ങനെയല്ല കേട്ടോ. ഇത് നിങ്ങളല്ല, ഇത് മൂപ്പർ തന്നെയല്ലത്.
മാവേലി. നിങ്ങൾ വേറെ ആരാണിത്? മാവേലി എന്നൊക്കെ പറഞ്ഞ കൊടവയറും വലിയ തടിയും കൊമ്പ മീശയൊക്കെ അങ്ങനത്തെ ഒരാളാണല്ലോ. അതൊക്കെ കോമഡി കാസ്റ്റുകാരും കച്ചവടക്കാരും ചേർന്ന് ഉണ്ടാക്കിയതല്ലേ. നാം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. ശരിക്കും ഒരു രാജ്യം ഭരിക്കുന്ന ഒരു യോദ്ധാവിന് ഒരിക്കലും കുടവേറ് വരില്ല. പോയിന്റ് കറക്റ്റ് പോയിന്റ് ആട്ടോ ബോസ് പറയണത്. കറക്റ്റാ പറയണത്. നിങ്ങളിപ്പോ എന്താ അങ്ങോട്ട് പോകണങ്ങള്? നമ്മുടെ ഈ കേരള നാട് ചുറ്റിക്കാണ് എല്ലാ വർഷവും ഞാൻ വരാറുള്ളതല്ലേ. അപ്പൊ ഓണത്തിന്റെ 10 ദിവസം ഞാൻ എന്റെ പ്രജകളെ കാണണം, കേരളമൊക്കെ ഒന്ന് കാണണം. ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ 10 ദിവസമാണ്, ഞാൻ ഒരു കൊല്ലം മൊത്തം തന്നെയാന്നേ ഉള്ളൂ. ചുറ്റി സഞ്ചാരം ചുറ്റി നടക്കാൻ ഫുൾ ജോലിയായിട്ട്. എനിക്ക് താല്പര്യമുള്ള കേസാണത്. പണിയൊന്നുമില്ലാണ് നടക്കണ, വെറുതെ നടക്കണ കേസ്. പക്ഷെ പണിയൊന്നും ഇല്ലെങ്കിലും നിൽക്കാൻ നേരില്ല. ഒന്ന് വിചാരിക്കരുത്, പോവാണ്. അതെന്താ? പണിയൊന്നുമില്ല, അതാണ്. ഇല്ലെങ്കിൽ നാം ഒരു പണി തരാം. എന്ത് പണി? ഈ കേരള നാട്ടിലെ നമുക്കറിയാത്ത ഇന്നത്തെ കഥകൾ നമുക്കൊന്ന് പറഞ്ഞു തന്നൂടെ? അവിടുത്തെ വാർത്തകളൊക്കെ ഇങ്ങ് എത്തിച്ചേരണം. അതെ, അതിന്റെ ആളാണ് ഞാൻ. ഏത്? അവിടുത്തെ കാര്യം ഇവിടെ പറയാം, ഇവിടുത്തെ കാര്യം അവിടെ പറയാ, കുറ്റം പറഞ്ഞ് കളിക്കുക. എങ്കിൽ നമുക്ക് നേരം കളയാതെ യാത്ര തിരിച്ചാലോ? യാത്രയാവാ ഇനി കണ്ട് പോവാൻ പറ്റി. അപ്പൊ നിങ്ങളുടെ വാഹനമോ? അതാണ് തൊട്ട് അതിന്റെ ഉടമസ്ഥ കൊണ്ടിരിക്കോളൂ. അത് നിങ്ങളുടെ അല്ലേ? നിന്റെ അല്ലേ, വേറെ ആളാണ്. ആ ചങ്ങായി വന്നപ്പോ എല്ലാവർക്കും മേട്ടം കിട്ടും, മുതലാളിക്ക് കിട്ടുമ്പോൾ പോയി. ആർക്ക്? അല്ല, മാവേലി. പോവാ. ഒരു പരോപകാരിയാണല്ലേ. ഈ കോടം കിരുവന്ന് ഈർക്കളെ കണ്ടുപിടിക്കില്ല. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കറക്റ്റാട്ടോ. നമ്മൾ ശരിക്കും ഒരമ്മ പ്രസവിച്ച മക്കളെ മാതിരിയാ. ലുക്കിലും ഒരേമാതിരി, സ്വഭാവം അങ്ങനെ തെണ്ടിയാർക്കും ഒരേമാതിരി. വിശക്കലാണെങ്കിൽ നമുക്ക് വിശക്കുന്നുണ്ട് ഒരേമാതിരി തന്നെ. നാം എന്ന് അഭിസംബോധന ചെയ്തത് ഞങ്ങൾ രാജാക്കന്മാരായതുകൊണ്ടാണ്. എന്തായാലും വേണ്ടിയില്ല. അപ്പം പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് വിശക്കുന്നുണ്ട്. ഇവിടെ ഒരു ഉസ്മാൻ ഖാന്റെ താല്പര്യം ഉണ്ട്. നല്ല പൊള്ളിച്ച ബീഫ് ഫ്രൈയും പൊറായിട്ട് കണ്ട് ഒരു പോയി കഴിക്കാം. അയ്യോ, അങ്ങനത്തെ ഭക്ഷണമൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. നമുക്ക് വല്ല പച്ചക്കറികളോ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ലഘുഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ കാര്യം പറഞ്ഞ പോലെ നമുക്കെന്ന് പറയണത് എന്തിനാണ്? എനിക്ക് കഴിക്കാൻ പറ്റൂ ഇതൊക്കെ. എല്ലാവരും ഇറക്കി എന്താ പറഞ്ഞ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അല്ലേ? അതെ, അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങൾ എത്ര ദിവസം ഇവിടെ പരകളില് എല്ലാം ലീവില്ലേ? നിങ്ങൾ ഭൂമിയിൽ എത്ര ദിവസം ഉണ്ടാവുന്ന പറഞ്ഞ ഇവിടെ? അത് നമ്മൾ 10 ദിവസം. 5 ദിവസം ഇവിടുത്തെ പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും കഴിച്ചാലേ ക്യാൻസർ ഒന്ന് തട്ടിപ്പോ മുരളി. അല്ല മാവേലി, ക്യാൻസർ വരൂ. അതെങ്ങനെ ക്യാൻസർ വരുന്നത്? ഈ പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ വിഷം നിറച്ചിട്ടുണ്ട് ആളുകള്. എങ്ങനെ? വിഷം കുത്തി വെക്കുന്നുണ്ട് ഇതിലൊക്കെ. ഈശ്വര, ഭക്ഷണത്തിൽ വിഷമോ? ഭക്ഷണത്തിൽ വിഷം കലർത്തിയാൽ ദൈവം പോലും പൊറുക്കില്ല. കോഴിക്കോളി എന്ത് ദൈവം വന്നിക്കണ്. എന്താ? ഇവിടെ ദൈവത്തിനെ വിറ്റ് പൈസ ആക്കണ ആൾക്കാരാ അവിടെ ഉള്ളത്. ഇതൊന്നും പിടിക്കങ്ങള് കൊറേ പിടിക്കേ. നിങ്ങൾ പിടിച്ചോളൂ. എന്താ കാണിക്കുന്നേ? ഇത് മടങ്ങില്ലല്ലോ. അയ്യോ, അത് മടങ്ങുന്ന കൊടയല്ല, കലികാല വൈഭവം. അല്ല, എന്താ പറയാ, കുതിര ഈ നാട് നശിക്കാൻ പോണെന്ന്. ഓൾറെഡി നശിച്ചു കഴിഞ്ഞില്ലേ? ഓ, എനിക്കിപ്പോ നല്ല വിവരമൊക്കെ ഉണ്ടല്ലേ? എനിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. എന്നാ ഈ വിവരം വെച്ച് എനിക്ക് വല്ല ജോലി ചെയ്ത് ജീവിച്ചോടൂ. ഞാൻ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. താൻ ജോലിക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഫിലിം ഫീൽഡിലേ. സിനിമാ ഫീൽഡിലോ? താനോ? എത്ര കാലോ? സിനിമാ ഫീൽഡിൽ എന്താണ്, കഥ എഴുത്തോ അഭിനയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അങ്ങനെയൊന്നുമല്ല, എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഇപ്പൊ എടുക്കുന്ന സംവിധായകന്മാരൊക്കെ ചെയ്യുന്ന സിനിമ ഉണ്ടല്ലോ, ഒക്കെ അവസാനം എന്റെ തലയിൽ വന്ന് വീഴും. ഓ, അത്രയ്ക്ക് വലിയ ആളായിരുന്നോ? വലിയ ആളായിട്ടല്ല, ഈ ഫിലിം പെട്ടി ചുമക്കല് വലിയ ആളാവൊന്നും വേണ്ടല്ലോ. അതേ. ഓ, ചുമട്ടുകാരനായിരുന്നല്ലേ? അങ്ങനെയും പറയലുണ്ട്. പിന്നെ ഇപ്പൊ ഫിലിം പെട്ടിയൊക്കെ നിർത്തിയതിനു ശേഷം എനിക്ക് ആ പണിയിൽ നിന്ന് ഇപ്പൊ പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷൻ കിട്ടി? എഴുത്ത് ഡയറക്ഷൻ അല്ലല്ല, പിന്നെ ബ്ലാക്കിന് ടിക്കറ്റ് ഒക്കെ. എടാ, ഈ ബ്ലാക്കിന് ടിക്കറ്റ് വിൽക്കാൻ നടക്കുന്ന സമയം കൊണ്ട് തനിക്ക് അഭിനയിക്കാൻ പോയിക്കൂടെ? അഭിനയിക്കാൻ പോയിട്ടല്ലോ. താനോ? ഇഷ്ടം പോലെ സംവിധായകന്മാരെടുത്ത് ഞാൻ ഉൾപ്പില്ലാണ്ട് ക്യാൻസൽ വെച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പത്തെ മറ്റേ ടീം ഉണ്ടല്ലോ, ഏത്? ന്യൂ ജനറേഷൻ. ഓ, ന്യൂ ജനറേഷൻ ടീമിനോട് പറയും എനിക്ക് അഭിനയിക്കാനുള്ള സ്റ്റഫ് ഇല്ലാന്ന്. അതെന്താ തനിക്ക് സ്റ്റഫ് ഇല്ലാത്തത്? ഞാൻ കഞ്ചാവ് വലിക്കൂല. ഓ, കഞ്ചാവ് വലിച്ചാൽ അഭിനയിക്കാൻ പറ്റുള്ളൂ? പിന്നെ കഞ്ചാവ് വലിച്ചാൽ മാത്രമല്ല ഇപ്പത്തെ ആൾക്കാർ കിട്ടുള്ളൂ. ഓ, അത് ഇങ്ങക്ക് അറിയാം. ഇപ്പത്തെ ലെവലില് അഭിനയിക്കാൻ കഞ്ചാവൊക്കെ വലിക്കണമെന്നുണ്ട്. എന്റെ വീടിനൊരു ഇക്കുണ്ട്. ഇക്കക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. നല്ല കഴിവുള്ള ആളാ മൂപ്പര്. എന്നിട്ട് മൂപ്പര് കിട്ടിയൊരു പണി അറിയങ്ങൾക്ക് ഇല്ല. അതൊരു 1.5 പണി എന്റെ മുതലാളി. ഇതാ ഞാൻ പറഞ്ഞ തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് താൻ സിനിമയിൽ അഭിനയിക്കണ്ട. ഞാനത് നമ്മളൊക്കെ ഒരു നാച്ചുറൽ ആക്ടിങ് ആണല്ലോ, നമ്മളെ പറ്റിയല്ല. എനിക്ക് ശരിക്കും എന്റെ നാച്ചുറൽ ആക്ടിങ്ങിനെ പറ്റിയ വേറൊരു കാര്യമാണ്. എന്താണ്? പൊളിറ്റിക്സ്. ഏത്?
രാഷ്ട്രീയം രാഷ്ട്രീയം. ചിരിക്കണങ്ങള് അല്ല, ഒരു രാഷ്ട്രീയക്കാരനെ കണ്ട് ചിരിച്ചു പോയതാ. രാഷ്ട്രീയക്കാരന്റെ കോല കണ്ടിട്ട് ചിരിച്ചതാ. അമ്മ ഇവിടെയുള്ള വാക്ക് രാഷ്ട്രീയക്കാരൊക്കെ അരവിന്ദസ്വാമിന്റെ അതുകൊണ്ടല്ല, ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങളൊക്കെ വേണം. ഈ മാനുള്ളവർക്കല്ലേ ദണ്ഡണ്ടാവേണ്ട കാര്യമുള്ളൂ. രാഷ്ട്രീയക്കാരനെ വലിയ പണിയൊന്നുമില്ല. ഒരു ഡോഗ് ഷോയിൽ അങ്ങോട്ട് പോയി പങ്കെടുത്താൽ എന്ത് ഷോ? ഡോഗ് ഷോ ഡോഗ് ഷോ. രണ്ടാൾ അപ്പുറത്തും ഇപ്പുറത്തും വർത്താൻ പറഞ്ഞ നടുവിൽ മീഡിയേറ്റർ ആയിട്ട് കാറ്റ് കളിക്കണം. ടോക്ക് ഷോ പാതാളത്തിൽ എങ്ങനെയാ പറയാ? ഇവിടെ ഞങ്ങൾ ഡോഗ് ഷോ എന്നാ പറയാ. നമ്മളീ കൊരയും കടിയും പറയൊക്കെ പാടാ. അങ്ങനെ വരുമ്പോ ഡോഗ് ഷോ എന്നാ പറയാ. എടോ, ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അതിനുള്ള കഷ്ടപ്പാടുകളും ത്യാഗവും ഒക്കെ സഹിക്കണം. അല്ല, വെറുതെ രാഷ്ട്രീയ നേതാവാൻ പറ്റുമോ? കോഴി മാവി, നിങ്ങൾ എന്തൊക്കെയാ പറയണത്? ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഒരു ഡോഗ് ഷോയിൽ കയറി 2 വർത്തമാനം പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നേതാവായി. അതെങ്ങനെ ഡോഗ് ഷോയ്ക്ക് കയറി 2 വർത്താനം പറഞ്ഞാൽ നേതാവാവുന്നത്? അത് ഡോഗ് ഷോ എന്താ നിങ്ങൾക്ക് അറിയില്ല. തനിക്ക് നേതാവാകാനുള്ള ഒരു അവസരം പോലും ഇല്ല. അതന്നെയല്ലേ പറയണേ. നമ്മളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങളെ മനസ്സിലായില്ല. ഞാൻ ഈ നാട്ടിലെ തമ്പുരാനായിരുന്നില്ലേ, എന്നെ മനസ്സിലാവാതിരിക്കുന്ന എങ്ങനെയാ? അത് നിങ്ങളെ പ്രജയല്ല. അത് പിന്നെ നിങ്ങൾ ബംഗാളിലെ മാവേലിയല്ലല്ലോ, ഇവിടെ കേരളത്തിലെ മാവേലിയല്ലേ? ബംഗാളോ? അത് ബംഗാളിയാന്ന് പോയത്. ഇവിടെ ബംഗാളികളോ? ഇവിടെ ബംഗാളികളെ ഉള്ളൂ, മലയാളികളില്ല. മലയാളികളായിട്ട് ഞങ്ങൾ 3-4, ഞാൻ രാമേട്ടെ, പിന്നെ നമ്മളെ ചായപ്പീടി അടുത്തുന്ന കൃഷ്ണേട്ടെ, അങ്ങനെ 3-4 ആൾക്കാരെ ഞങ്ങൾ മലയാളികളുള്ളൂ. ബാക്കിയുള്ള മലയാളികള്? ബാക്കിയുള്ള മലയാളികളൊക്കെ ഗൾഫിലാ. വെറുതെ അല്ല എന്നെ കണ്ടിട്ടാരും തിരിച്ചറിയാത്തത്. തിരിച്ചറിയില്ല. നിങ്ങളൊരു പണി ചെയ്തോളി, അടുത്ത പ്രാവശ്യം പൊന്നിട്ട് ഗൾഫ് പൊന്തിക്കോളി. അതെന്താ? അവിടെ എല്ലാ മലയാളികളും കാണാം. അവിടെ ഭയങ്കര ശബ്ദം. അതിപ്പോ നിങ്ങൾ വരുന്നത് ആഘോഷമൊക്കെ ആയിട്ട് മിമിക്രിക്കാരെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കും. മിമിക്രിക്കാരാണത്. അപ്പൊ താനല്ലേ പറഞ്ഞു ഇവിടെ മലയാളികളില്ലെന്ന്? പിന്നെ എങ്ങനെ ഇവിടെ മിമിക്രി നടക്കുന്നത്? ബംഗാളി മിമിക്രി. ഇവിടെ ബംഗാളി മിമിക്രിയോ? ബംഗാളി മിമിക്രി. എനിക്ക് വിശ്വാസമാവുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഒന്നൊരു വിശ്വാസമില്ല മാവേലി. നിങ്ങൾ മാവേലിയാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? കണ്ടില്ലേ, നിങ്ങൾ എന്നാലും എല്ലാം ആയി അല്ലേ? നിങ്ങൾ മാവേലി ആണെന്നെങ്കിൽ അത് ബംഗാളി മിമിക്രിയാണ്. മാവേലി, നമ്മളിപ്പോ ഇങ്ങനെ ഒരുമിച്ച് നടന്നപ്പോ വലിയ പിരിയാൻ പറ്റാത്തൊരു ബന്ധായി അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ച സമ്മതിക്കോ? അനുഗ്രഹത്തിനായിരിക്കും, വാങ്ങിക്കോളൂ. എന്ത് കാര്യത്തിന് മാവേലി? ഞാൻ ചോദിക്കണ എന്താ വെച്ചാല്, നിങ്ങൾ പാതാളത്തിലേക്ക് പോകുമ്പോ ഈ പ്രാവശ്യം ഞാനും കൂടി അങ്ങോട്ട് വന്നാലോ? അടിച്ചങ്ങോട്ട് പൊളി. എന്താണ് മാവേലി?